ഇന്നൊരു മുട്ടച്ചോറ് റെഡിയാക്കുക. 1/2 കിലോ അരി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കഴുകിയിട്ടൊന്ന് വേവിച്ചെടുക്കണം. ബിരിയാണി അരിയാണ് എടുത്തേക്കണം കേട്ടോ. നമുക്ക് ഏത് റൈസ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. സാധാരണ ചോറ് വെക്കണതും ആയാലും കുഴപ്പമില്ല കേട്ടോ. ഇത് 4 മുട്ട എടുത്തിട്ടുണ്ട്. അരി കഴുകിയിട്ടൊന്ന് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് വെജിറ്റബിളും റെഡിയാക്കി എടുക്കാം. വെള്ളം വെച്ചിട്ടുണ്ട്. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അരി കഴുകി വാരി വെച്ചിട്ടുണ്ട്. പച്ചക്കറി ക്യാബേജും ഒരു പച്ചമുളകും പിന്നെ ഒരു സവാള, ഒരു വലിയ തക്കാളി, ക്യാരറ്റ് ഇത്രയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ബീൻസും ഗ്രീൻ പീസും കൂടി വേവിച്ചത്, കുറച്ച് സൺറിച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് സവാളയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കറിക്കൊന്നുമില്ലാത്ത ഒരു സമയത്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണ ഒരു ചോറാണ് കേട്ടോ റെഡിയാക്കണത്. അപ്പോൾ നമുക്കിങ്ങനെ പച്ചക്കറികളും പിന്നെ മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് കറിയൊന്നും വേണ്ട, അല്ലാതെ തന്നെ നമുക്ക് ചോറ് റെഡിയാക്കാം. ക്യാബേജും ക്യാരറ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പച്ചക്കറികൾ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. മുട്ടയും തക്കാളിയും സവാളയും മാത്രം മതി ഈ മുട്ടച്ചോറ് വെക്കാൻ. എൻ്റെ കയ്യിലുള്ള കാരണം കൊണ്ട് ഞാൻ ഇതൊക്കെ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഈ പച്ചക്കറിക്ക് ഉപ്പ് പിടിക്കാൻ ആവശ്യത്തിനുള്ളത്. ബീൻസും ഗ്രീൻ പീസും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മസാലപ്പൊടി ഒരു 3/4 ടീസ്പൂൺ, മല്ലിപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ. പച്ചമുളക് മരുന്ന് വഴറ്റി കൊടുക്കാം. നമുക്കിനി മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം. 4 മുട്ടയും പൊട്ടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. നല്ലോണം മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഒന്ന് മൂടി വെക്കാം. നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് മല്ലിയില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഇട്ട് കൊടുക്കണില്ല. ഈ ഒരു പാത്രത്തിലാണ് കേട്ടോ ഞാൻ ചോറ് റെഡിയാക്കണം. 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പാനിൽ വേവിച്ച് വെച്ച മുട്ടയും വെജിറ്റബിൾസിലെ അതൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. കുറച്ച് ഉപ്പും എരിവും കുറവുണ്ട്. അപ്പോൾ കുരുമുളക് പൊടിയും ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. മുട്ടച്ചോറ് റെഡി ആയിട്ടുണ്ട്. തലേന്നത്തെ ചോറ് ഫ്രിഡ്ജിൽ ബാക്കി ഇരിപ്പുണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് ഇതുപോലെ റെഡിയാക്കിയിട്ടാ. വെജിറ്റബിൾ വേണമെന്നില്ല കേട്ടോ. ബിരിയാണി അരിയും വേണമെന്നില്ല. നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടാ.